ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിരുന്നു മിഖേൽ സ്റ്റാറയ്ക്ക് കീഴിൽ ക്ലബ്ബ് വളരെ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. 12 മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം 3 വിജയങ്ങൾ മാത്രമായിരുന്നു നേടാൻ കഴിഞ്ഞിരുന്നത്. കേവലം 11 പോയിന്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സ്റ്റാറയെ പുറത്താക്കി. അതിനുശേഷം TG പുരുഷോത്തമനും തോമസ് ഷോർസും ചേർന്നുകൊണ്ടായിരുന്നു ക്ലബിനെ നയിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ TGPക്ക് കീഴിലും തോമസിന് കീഴിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആകെ 12 മത്സരങ്ങൾ, 5 വിജയങ്ങൾ, 3 സമനിലകൾ, 4 തോൽവികൾ, 14 ഗോളുകൾ നേടി, 10 ഗോളുകൾ വഴങ്ങി, 4 ക്ലീൻ ഷീറ്റുകൾ നേടി. ഇങ്ങനെയാണ് ഇപ്പോൾ TGPക്ക് കീഴിലും തോമസിന് കീഴിലുമുള്ള ക്ലബിന്റെ കണക്കുകൾ വരുന്നത്. അതായത് സ്റ്റാറയേക്കാൾ മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ക്ലബിനെ പ്ലേ ഓഫിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിരാശാജനകമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നിർണായക മത്സരങ്ങളിൽ ക്ലബ്ബ് ഇവർക്ക് കീഴിൽ പരാജയപ്പെടുകയായിരുന്നു. അത് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്റ്റാറയേക്കാൾ മികച്ച രൂപത്തിൽ ഇവർ രണ്ടുപേരും കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ ക്ലീൻ ഷീറ്റുകളൊക്കെ നേടാൻ ഇവർക്ക് കീഴിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ രണ്ട് പരിശീലകരുടെയും ഭാവിയിലെ ക്ലബിലെ റോൾ എന്താകും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. പുതിയ ഒരു പരിശീലകനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ത്വരിതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.